ഓക്കെ, നോക്കിക്കോളൂ. എന്തുവായിരുന്നു ചോദ്യം? ആ, ഇന്റഗ്രൽ 1/√of ax+b. നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കുന്നു. സ്റ്റാൻഡേർഡ് റിസൾട്ട് വല്ലതും ഉണ്ടോ? ഹരീഷ്ണ? ഇല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് റിസൾട്ടിന്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? മിണ്ടുന്നില്ല. സ്റ്റാൻഡേർഡ് റിസൾട്ടിന്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഇവിടെ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ? ആർക്കാ? റൂട്ടിന് വേണ്ട ax+b ക്ക്. ആർക്കാണ്? അപ്പൊ പുട്ട് ax+b ഈസ് ഈക്വൽ ടു യു, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എ ഒരു കോൺസ്റ്റന്റ് ആണ്, എ അങ്ങോട്ട് മാറ്റി നിർത്തി. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് 1. ബി ഒരു കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് du/, അപ്പൊ എ ഈക്വൽ du/dx. കുറച്ച് കണക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം എ dx ഈക്വൽ ടു, സോ dx ഈക്വൽ ടു du/, നമ്മുടെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1/√of ax+b dx ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1/√u dx പകരം du/a. ആരെ മാറ്റി നിർത്തുന്നു? അപ്പൊ 1/a ഇൻറ്റു ഇന്റഗ്രൽ 1/√u. നമ്മൾ നേരത്തെ ഒരുപാട് കണക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ 1/a ഇൻറ്റു ഇന്റഗ്രൽ 1/√u എങ്ങനെ എഴുതാം? u⁻²du. അപ്പൊ 1/a ഇൻറ്റു ഇന്റഗ്രൽ, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന u⁻²1/2 മുകളിൽ പോകും. അപ്പൊ എന്ത് കിട്ടും? u⁻²-1/2. അപ്പോൾ 1/a ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രല് u⁻−1/2 പ്ലസ് 1/−1/2 പ്ലസ് 1 പ്ലസ് c. അപ്പൊ 1/a ഇൻറ്റു -1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1-1/2 ആൻസർ. അപ്പൊ u⁻²1/2 പ്ലസ് c ആണോ? അപ്പൊ 1/a ഇങ്ങോട്ട് മാറ്റി നിർത്തി, ഡിവൈഡഡ് ബൈ 1/2 ആരായിട്ട് മാറും? ഇൻറ്റു 2 ആയിട്ട് മാറും. u⁻²1/2 √u പ്ലസ്, അപ്പൊ 2/a ഇൻറ്റു √of യുവിന്റെ വില ax+b പ്ലസ് c. ഇതല്ലേ ഞാൻ തന്നിട്ടിരുന്ന ആൻസർ. ഓക്കെ, ഡൗട്ട് ചോദിച്ചവരെന്ന് എഴുന്നേറ്റ്. ഡൗട്ട് ചോദിച്ചവർ എഴുന്നേൽക്കാം. 3 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഡൗട്ട് മാറിയോ? ഓക്കെ, എഴുതി. തീർച്ചയ്ക്ക് ഈ കണക്കിന് ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ. തീർച്ചയ്ക്ക് ഈ എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു? 15ാമത്തെ കണക്കിൽ ഡൗട്ട് ഉണ്ടോ തീർത്തേ? ഇല്ല സാർ. ഇല്ല. അപ്പൊ എഴുതിക്കോളൂ. സെൻപർ ആൻസർ കിട്ടിയാലോ? എഴുതിക്കോ. എന്റെ കൂടെ എഴുതിക്കോണം, പിന്നെ എഴുതാൻ നിൽക്കരുത്. എന്റെ കൂടെ തന്നെ എഴുതി വരിക. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? e⁻x പ്ലസ് e⁻−x ദ ഹോൾ സ്ക്വയർ. ഓക്കെ. ആദ്യം ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്തെഴുതുക. ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്തെഴുതുക. പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു റിസൾട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക. ഏതാ റിസൾട്ട്? a+b ദി ഹോൾ സ്ക്വയർ. പറഞ്ഞോളൂ. ഒന്നാമത്തെ ആളിന്റെ സ്ക്വയർ e⁻x ന്റെ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു e⁻x ഇൻറ്റു e⁻−x പ്ലസ് പറയടേ e⁻−x ന്റെ ദ ഹോൾ സ്ക്വയർ. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല.
ഇനി വീണ്ടും പണ്ട് 7ാം ക്ലാസ് പഠിച്ചൊരു ഐഡിയ, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ എ റൈസ് ടു, അപ്പൊ ഇവിടെ എന്താ കിട്ടും? ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ, ഇ റൈസ് ടു 2x, എക്സ് 2 ആണ്, 2x എന്ന് പറയും, പ്ലസ് 2 ഇൻറ്റു ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിച്ച മറ്റൊരു നിയമം എന്താണ്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ എ റൈസ് ടു എം പ്ലസ് എൻ, എ റൈസ് ടു, അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് മൈനസ് എക്സ്, ഇ റൈസ് ടു പ്ലസ് അടുത്തത് ഇ റൈസ് ടു, ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹലോ, ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 2xa പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x. മതി. ഇനി ഇന്റഗ്രൽ ഇട്ട് നമ്മുടെ ചോദ്യം ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്, ഇതാണല്ലോ കണ്ടുപിടിക്കണ്ടേ ആണോ? ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റൈസ് ടു 2x പ്ലസ് 2 ഇൻറ്റു 1 2 എന്ന് കഴിയാൽ മതിയല്ലോ, 2 ഇൻ പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x dx ഈക്വൽ ടേം ബൈ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഇ റൈസ് ടു 2x dx പ്ലസ് ഇന്റഗ്രൽ 2 dx പ്ലസ് ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് 2x dx. ഓക്കെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വരുന്നത്. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് പോകണ്ട, പകരം നമ്മുടെ അർജുനസ് കുമാർ പറഞ്ഞ ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, ഇതോ ഷോർട്ട് കട്ട്, ഇതെന്താണെന്ന് വിചാരിക്കുക, ഇ റൈസ് ടു എക്സ് ആണെന്ന് വിചാരിക്കുക. ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ്, അപ്പോൾ ഇവിടെ എന്ത് വരും? ഇ റൈസ് ടു 2x. ഇനി എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്നിരിക്കുന്നത്, ആരാ വന്നിരിക്കുന്നത്? 2x, അതിന്റെ ഡെറിവേറ്റീവ് 2, ആ 2 കൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ ഇ റൈസ് ടു 2xa ബൈ 2 പ്ലസ് 2 ഒരു കോൺസ്റ്റന്റ്, അതിങ്ങ് മാറ്റി നിർത്തി, ഇന്റഗ്രൽ dx, അതാരാ? എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2x ന്റെ ഇന്റഗ്രൽ പറഞ്ഞാട്ടെ, ഇ റൈസ് ടു മൈനസ് 2x ബൈ മൈനസ് 2, ഇന്റഗ്രേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് പ്ലസ് സി ആണോ? അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 2xa ബൈ 2 പ്ലസ് 2x, ഒരു ചെറിയ പരിപാടി കൊണ്ടുള്ളൂ, ഇതൊരു പ്ലസ് ടേം ഡിവൈഡഡ് ബൈ ഒരു മൈനസ് ടേം, അപ്പൊ എന്തൊരു മൈനസ് ഇ റൈസ് ടു മൈനസ് 2x ബൈ 2 പ്ലസ് സി. ഡൗട്ട് മാറിയല്ലാടെ? ഡൗട്ട് മാറിയല്ലാടെ? ഹലോ, എല്ലാവരും ഡൗട്ട് മാറിയോ? മാറി. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ക്വസ്റ്റ്യൻ ഇടുമ്പോഴോ ഒന്നും ഇങ്ങനെ ടൈപ്പ് പറഞ്ഞിട്ടല്ല എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പകരം നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് സബ്സ്റ്റിറ്റ്യൂഷന്റെ കണക്കാണോ, ആണെങ്കിൽ ഇതിൽ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കണം. നോക്കിക്കോളൂ, സബ്സ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ ടൈപ്പ്, സബ്സ്റ്റിറ്റ്യൂഷന്റെ രണ്ടാമത്തെ ടൈപ്പ്, ആ രണ്ടാമത്തെ ടൈപ്പിന് ഒരു ഫോം ഉണ്ട്, എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ ഒരു രൂപമുണ്ട്. ഇതേപോലത്തെ അത് ഇപ്രകാരമാണ്: ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ, എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഡി എക്സ്. എന്താണ് ക്വസ്റ്റ്യന്റെ ഫോം? എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇത് ക്വസ്റ്റ്യന്റെ ഫോം. എഫ് ഓഫ് വളരെയധികം ഉണ്ടെന്നില്ല, എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ജ്യോതിരാദിത്യ ഇൻറ്റു ഡി എക്സ്.
എന്റെ എപ്പോഴും ചോദിക്കുന്ന പോലത്തെ ആദ്യത്തെ ചോദ്യം, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് വല്ലതും ഉണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചതിനകത്തിലുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത പരിപാടി അങ്ങനെ റിസൾട്ട് ഉള്ള രൂപത്തിലേക്ക് മാറ്റണം. ഗൗതം, അതിനെന്താണ് മാർഗം? സബ്സ്റ്റിറ്റ്യൂഷൻ. ചോദ്യം ഒരു 2 പ്രാവശ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതിലെ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്. ചുമ്മാ ആലോചിച്ചോക്കും. എക്സിനും എന്നിനും അന്ന പിന്നെ 2 വാക്ക് ചേർന്നപ്പോ കറക്റ്റ് ആയി. എക്സ് റൈസ് ടു എന്നിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. നിൽക്കും. അതെങ്ങനെ മനസ്സിലായി എക്സ് റൈസ് ടു എന്നിനാ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ശരി, എങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ ബോർഡെ നോക്കിയാൽ ഇപ്പൊ പറയാം എന്തുകൊണ്ടാണ് എക്സ് റൈസ് ടു എന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇന്റഗ്രേഷൻ. ഡിഫറൻഷിയേറ്റ്. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് അതുകൊള്ള എൻ എക്സ് റൈസ് ടു, അതിലെ എൻ അങ്ങ് മാറിയാൽ ബാക്കി ആളല്ലേ ആ ചോദ്യത്തിൽ കിടക്കുന്നത്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ആ ചോദ്യത്തിലെ ഒരാൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ചോദ്യത്തിൽ പിന്നെ മിച്ചമുള്ള ആളുകൾക്ക് ചേർന്ന് എന്ത് കിട്ടും? നമുക്ക് ഒരു വില കിട്ടും. ആ കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ആർക്കാ സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് റൈസ് ടു പറഞ്ഞാട്ടെ സ്റ്റെപ്പ് ഒട്ട്. എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു യു, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു n മൈനസ് 1 ഈക്വൽ ഡി യു ബൈ ഡി എക്സ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ. എൻ എക്സ് റൈസ് ടു n മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു ഡി യു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു n മൈനസ് 1 ഡി എക്സ് ഈക്വൽ ടു ഡി യു ബൈ, ഇവിടം വരെ ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ തിയറിയിലൂടെ നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടി. സബ്സ്റ്റിറ്റ്യൂഷന്റെ പ്രോബ്ലത്തിൽ കരുതണ്ടേ, തന്നിരിക്കുന്ന ചോദ്യത്തിലെ സൽമാനെ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ചോദ്യത്തിലെ ബാക്കിയുള്ള ആളുകൾക്ക് ചേർത്ത് ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ. പറഞ്ഞാട്ടെ. ഇന്റഗ്രൽ മിണ്ടുന്നില്ല. എഫ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ഡി എക്സ് ഈക്വൽ ഇന്റഗ്രൽ ഇന്റഗ്രൽ എഫ് ഓഫ് യു എക്സ് റൈസ് ടു n മൈനസ് 1 ഡി എക്സിന്റെ വില ഡി യു ബൈ എൻ. ഇതിനാരാ കോൺസ്റ്റന്റ്? 1/n. അതിങ്ങോട്ട് മാറ്റി നിർത്തി. 1/n ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് യു കോമ ഇട്ടിട്ട് വിച്ച് മേ ബി ഇവാലുവേറ്റഡ്. തിയറി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും വരെ പറയാൻ പറ്റും. പ്രോബ്ലം വരുമ്പോ ആ എഫിന്റെ സ്ഥാനത്ത് എന്ത് ഫംഗ്ഷൻ വന്നിരിക്കുന്നു എന്നൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ടൈപ്പ് 2. ഇവിടെ കിട്ടിയോ? തിയറി മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണം? ആർക്കെങ്കിലും തിയറി ഒന്നുകൂടെ പറയണം? വേണ്ട. ഓക്കെ, എഴുതിയാട്ടെ. തീർച്ചയ്ക്ക് തിയറി മനസ്സിലായോ? ഓക്കെ, എഴുതിയെടുത്താട്ടെ. എഴുതിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ കോസ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ കോസ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം എന്ന് നമുക്കെഴുതാം. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത പരിപാടി അങ്ങനെ റിസൾട്ട് ഉള്ള രൂപത്തിലോട്ട് മാറ്റണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു സന്തോഷമില്ലാത്ത പിള്ളേരാ. ബോർഡിലേക്ക് നോക്കിയിട്ട്
ഈ ചോദ്യത്തിൽ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ഒക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്തുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് ക്യൂബിന് സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം കുഞ്ഞമ്മയ്ക്ക് അടിപൊളി കിട്ടി. അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 3x² എന്ന് വരും. അതിലെ ആര് ക്വസ്റ്റ്യനകത്തിലുണ്ട്? x² ക്വസ്റ്റ്യനകത്തിൽ ഉണ്ട്. ഇതാണ് ഹരിനന്ദേ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് പുട്ട് x³ ഈക്വൽ പുട്ട് x³ ഈക്വൽ q. അടുത്ത ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. x³ ഡെറിവേറ്റീവ് 3x² ഈക്വൽ du ബൈ dx. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x² dx ഈക്വൽ ടു du. അപ്പോ x² dx ഈക്വൽ ടു du ബൈ ബുദ്ധിമുട്ടെന്തെങ്കിലും ഈ വൃത്തികെട്ട ശബ്ദം ഉണ്ടാക്കരുത്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. അപ്പൊ ഇന്റഗ്രൽ x² cos x³ dx ഈക്വൽ ഇന്റഗ്രൽ സ്പീക്കു cos x³ പകരം u, ഈ x² dx പകരം du ബൈ 3. du ബൈ ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ആരാ കോൺസ്റ്റന്റ്? 1/3. അപ്പൊ 1/3 ഇൻറ്റു ഇന്റഗ്രൽ cos u du. അപ്പോ 1/3 ഇൻറ്റു ആരാണ് ഇന്റഗ്രൽ cos u du? ആരാ? സൈൻ എക്സ് അല്ല, സൈൻ യു പ്ലസ് സി. അപ്പൊ 1/3 ഇൻറ്റു സൈൻ യുവിന്റെ വില x³ പ്ലസ് ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. അയ്യോ ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. തീർച്ചയ്ക്ക് മനസ്സിലായോ കണക്ക്? ഇന്റഗ്രേറ്റ് ഹലോ ചോദ്യം ഇന്റഗ്രേറ്റ് അറിയോ? x raised to n minus 1 into sec square of x raised to n. x raised to n minus 1 into sec square of x raised to n. എപ്പോഴും ചോദിക്കുന്ന പോലെ അക്ഷയ ആദ്യത്തെ ചോദ്യം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. അപ്പൊ അടുത്ത പരിപാടി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ. തന്ത്രപരമായ ചോദ്യം. ഇതിൽ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ട്? അതിന്റെ ഡെറിവേറ്റീവായ n ദേവത്തെ അടിമടിക്കേണ്ടിയെന്ന് nx raised to n minus 1 x raised to n minus 1 എവിടെ ഉണ്ട്? ശരി, ക്വസ്റ്റ്യനകത്തിൽ ഉണ്ട്. അപ്പൊ എഴുതിക്കോളാം എന്റെ കൂടെ. പുട്ട് x raised to n ഈക്വൽ x raised to n ഈക്വൽ u. അടുത്ത സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റിംഗ്. മിണ്ടുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു ഉണ്ടായിരിക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സ്. x raised to n ന്റെ ഡെറിവേറ്റീവ് nx raised to n minus 1 ഈക്വൽ du ബൈ dx. അപ്പൊ nx raised to n minus 1 dx ഈക്വൽ ടു du. അപ്പോൾ x raised to n minus 1 dx ഈക്വൽ ടു du ബൈ ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞാട്ടെ. ഇന്റഗ്രൽ x raised to n minus 1 sec square of x raised to n dx ഈക്വൽ ടു ഇന്റഗ്രൽ sec square of x raised to n ന് പകരം u. x raised to n നെയാണ് നമ്മൾ u എന്ന് വിളിച്ചത്. x raised to n minus 1 dx ന് പകരം du ബൈ ആരാ കോൺസ്റ്റന്റ്?
1/n. അപ്പൊ 1/n ഇൻറ്റു ഇന്റഗ്രൽ സീക് സ്ക്വയർ യു ഡി യു. അപ്പോ 1/n ഇൻറ്റു ഇന്റഗ്രൽ സീക് സ്ക്വയർ യു ഡി യു. ടാൻ യു 1/n ടാൻ യു പ്ലസ് സി ആണോ. അപ്പൊ 1/n ഇൻറ്റു ടാൻ യുവിന്റെ വില എക്സ് റൈസ് ടു എൻ പ്ലസ് 1/n ടാൻ ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് സി. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഉണ്ടോ മള? ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 3. ഇന്റഗ്രേറ്റ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 8. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 8. പേന അടച്ച് ബുക്കിലോട്ട് ബുക്ക് അടച്ച് ബോർഡിലേക്ക് നോക്കി. എപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കാറുള്ള ചോദ്യം നിങ്ങൾ തിരിച്ചൊന്ന് ചോദിച്ചു. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? സൽമുവിന്റെ പല്ല് വെപ്പുവല്ലാണ്, അതുകൊണ്ട് സൽമു വാ തുറക്കാറില്ല. കാരണം ശക്തിയെ സംസാരിക്കുമ്പോൾ പല്ല് തെറിച്ച് വെളി വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് പരമാവധി സമയങ്ങളിൽ പുള്ളി മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റിസൾട്ട് ഒന്നും ഇല്ല കേട്ടോ മാളവിക. ഓക്കെ, പിന്നെ അടുത്ത പരിപാടി കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് മയൂരി നമ്മൾ അതിനെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ 1 മൈനസ് എക്സ് റൈസ് ടു 8 കൊടുക്കും എന്നാണ് നടയിൽ വടക്കതിലെ ഇളം തലമുറക്കാരനായ ശ്രീ വിനായക് ബി സുകുമാരൻ നമ്മളോട് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കണം. 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് അവിടെ വയ്ക്കട്ടെ. എക്സ് റൈസ് ടു 8ന്റെ ഡെറിവേറ്റീവ് 8x റൈസ് ടു, അങ്ങനെ ഒരാൾ 8 വയ്ക്കോട്ടെ. ഈ എക്സ് റൈസ് ടു 7 എന്ന് പറയുന്ന ഒരാൾ ആ ചോദ്യത്തിൽ എവിടെങ്കിലും മിച്ചമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൽ നമുക്ക് വിയോജിക്കേണ്ടി വരും. കാരണം എന്റെ ചോദ്യം ഒന്നല്ല. അപ്പൊ റൈസ് ടു 1/2 ഒക്കെ വയ്ക്കട്ടെ. ഈ എക്സ് റൈസ് ടു 8 എന്ന് പറയുന്ന ഒരാൾ അതിനകത്തുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ ഒരു 8x റൈസ് ടു 7, 8 അങ്ങ് മാറട്ടെ. ഈ എക്സ് റൈസ് ടു 7 എന്ന് പറയുന്ന ഒരാൾ ആ 8x റൈസ് ടു 7 എന്ന് പറയുന്ന ഒരാൾ ആ ചോദ്യത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല. ഉണ്ടോ മാളവിക? ഒരു കരുത്തില്ല, ശകലം പോലും ഇല്ല. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം നിലവിൽ ആ ചോദ്യത്തിൽ കിടക്കുന്ന ആർക്കും കാണുന്നുണ്ടോ? അതെ, അല്ല വാച്ചിയുടെ സമയം കാണുന്നുണ്ടെന്നാണ് ഞാൻ. അപ്പൊ നിലവിൽ ആ ചോദ്യത്തിൽ കിടക്കുന്ന ആർക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഒരു കാര്യവും അപ്പൊ ചിലപ്പോ ചോദ്യം ഇങ്ങനൊക്കെ വരാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നിലവിലുള്ള ചോദ്യത്തിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. എന്ത് ചെയ്യണം? ആ റീഅറേഞ്ച്മെന്റ് വേണ്ട ഇപ്രകാരമാണ്: എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 4 ദി ഹോൾ സ്ക്വയർ. ഇങ്ങനെ അല്ല, ആദ്യത്തെ സംശയം അങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റും. കാരണം a raised to m the whole raised to n equal a raised to, അപ്പൊ 4 × 2 ചെയ്യുമ്പോൾ അർജുന എത്ര കിട്ടും? 8 എന്ന് കിട്ടും. കൈതാത്തോക്ക് ഓക്കെ. പിന്നെ മാറ്റി എഴുതുന്നത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മാറ്റി എഴുതിയപ്പോ നമുക്ക് എന്തോ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ചോദ്യത്തിലെ ബാക്കിയുള്ള ആളെ തിരിച്ചു വരണം. ഇനി ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ? 1 വേണ്ടെന്ന്. എക്സ് റൈസ് ടു 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ 4x ക്യൂബ്. അതിൽ ആര് ചോദ്യത്തിലുണ്ട്? x ക്യൂബ് ചോദ്യത്തിൽ. അപ്പൊ ചില ചോദ്യങ്ങളിൽ
നിലവിലുള്ള ചോദ്യത്തിലെ ആളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഉത്തരം കിട്ടണമെന്ന് അവരെ ഒന്ന് ആ ചില രൂപമാറ്റം ഒക്കെ വരുത്തിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ, ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പൊ എഴുതിയട്ടെ, ആൻസർ എന്ന് എഴുതിയിട്ട് അവിടെ മുതൽ തുടങ്ങിക്കോണം. ആൻസർ എന്ന് എഴുതിയിട്ട് ആ ബോർഡിൽ കിടക്കുന്ന മുതൽ എഴുതുക. എഴുതിയോ? ഇനി ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ? കുട്ടികൾ മിണ്ടുന്നില്ല. ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് റൈസ് ടു 4. അപ്പൊ പുട്ട് എക്സ് റൈസ് ടു 4 ഈക്വൽ യു. അടുത്തത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പറഞ്ഞാട്ടെ. 4x³ is equal to du by dx. 4x³ dx is equal to du. അപ്പൊ x³ dx is equal to du by. ഓക്കെ, ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ x³ divided by root of 1 minus x raised to 8 dx is equal to integral x³ divided by root of 1 minus x raised to 4 the whole square dx. Okay. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഈ x³ dx പകരം നിങ്ങൾക്ക് എന്തെഴുതാം? അപ്പൊ du by 4 എന്ന് എഴുതാം. ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 4 യു എന്ന് വിളിച്ചത്. അപ്പൊ എക്സ് റൈസ് ടു 4 ദ ഹോൾ സ്ക്വയർ യു സ്ക്വയർ. ഇതിൽ ആരാ കോൺസ്റ്റന്റ്? 1/4. അപ്പൊ 1/4 ഇൻറ്റു ഇന്റഗ്രൽ 1/√1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഡു. ഓക്കെ, അപ്പൊ 1/4 ഇൻറ്റു എന്നിട്ട് ഇയാളെ നിങ്ങൾ എക്സ് വെച്ചൊന്ന് വായിച്ചേ. ഇന്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സോ. ഇന്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇപ്പൊ പഠിക്കല്ലോ അതിനെ. ഇത് ആരുടെ ഡെറിവേറ്റീവാ? സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ത് വരും? സൈൻ ഇൻവേഴ്സ് യു പ്ലസ് അപ്പൊ 1/4 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് യുവിന്റെ വില എക്സ് റൈസ് ടു 4 പ്ലസ് സി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞോ? അപ്പൊ ഇതോടുകൂടി ടൈപ്പ് 2വുമായി ബന്ധപ്പെട്ട എന്ത് അവസാനിച്ചിരിക്കുന്നു?